സർവ്വദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം, നോ നെഗറ്റീവ്. അത് മതി, പോസിറ്റീവ് മതി. ഓക്കെ. സിനിമ എന്ന് പറയുന്ന ഈ സമൂഹത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലും സംഭവിക്കുന്നു. പിന്നെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. എനിക്ക് നിന്നെ കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, അത് അസ്ഥാനത്താക്കരുത്. എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. വേണ്ട. അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ, ഒരു ഫാമിലി, ഒരു കുടുംബം പോലെ. എടാ, ഇവരൊക്കെ ഒരു ഫാമിലി അല്ലേ? ലോഗോയിൽ ചില വ്യത്യാസമൊക്കെ വരും. സച്ചിനും മെസ്സിയും 10 പക്ഷെ കളിക്കുന്ന 2 കളിയല്ലേ? 500 പേരുള്ള ഒരു ഫാമിലി. ഒരു പക്ഷേ പുറത്തേക്കൊക്കെ പോകുമ്പോ മറ്റ് ഭാഷയിലെ ഏറ്റവും വലിയ പേരുള്ള ഒരു അസോസിയേഷനാണ് അമ്മ. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി, ഞങ്ങൾ എല്ലാവരും മാറി എന്ന് പറഞ്ഞാൽ, എന്തിനും ഏതിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്തത് ശരിയായില്ല. അവര് വരട്ടെ മുന്നോട്ട്. നമ്മുടെ കൂട്ടത്തിൽ അത് ആരാന്നറിയാമോ? ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ്. കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് ഒരു കാര്യം മാത്രമല്ല ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു സംഭവം നടന്നാൽ അതിൽ അമ്മ എന്ന് പറയുന്ന സംഘടന അല്ല ആൻസർ ചെയ്യേണ്ടത്. അതൊന്നും മൂത്തോക്കി പറയൂ. മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത്. അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മയെ അറിയിച്ചു എന്ന് പറയുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ, അമ്മയ്ക്ക് അതിലെ മെമ്പേഴ്സിന്റെ കാര്യങ്ങൾ എടുക്കാം. ചില തെറ്റുപറ്റൽ കുറ്റങ്ങൾ ഉണ്ടായേക്കാം. രാജുവേട്ടൻ, ഞാൻ ഡെയിലി 4 ലിറ്റർ കരിങ്ങാലി വെള്ളം കുടിക്കണേ, അല്ലാണ്ട് ഗോമൂത്രമല്ല. അതൊരു അസോസിയേഷനായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അല്ലാതെ നമുക്ക് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഒരു കമ്മിറ്റി അതുപോലെ തുടങ്ങാനാണ് പറഞ്ഞത്. ഒരുപാട് പേർക്കുള്ള പ്രോബ്ലം ഇവിടെ നിന്ന് തുടങ്ങട്ടെ, കേരളത്തിൽ നിന്ന് ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് ഇത് മാറട്ടെ. ഇത് എല്ലാ മേഖലയിലും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രക്ക് ദാരിദ്ര്യമുള്ള നാട്ടിലില്ല. ഇത് വലിയ നാഷണൽ ന്യൂസായി, ഇന്റർനാഷണൽ ന്യൂസായിട്ട് ഈ വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ. നിങ്ങളും എന്നോടൊപ്പം ആഗ്രഹിക്കൂ. My God, sentimental and psychological move. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. കാര്യം അത് സംഭവിച്ചു പോയി. നാണമില്ലേ അളിയ? എല്ലാം കാണിച്ചു വച്ചതും പോരാ, ഇനി അത് പബ്ലിക്കായിട്ട് തുറന്നു പറയുന്ന കൊച്ചു പിള്ളേരെ കൊള്ളതല്ലേ, അവരുടെയൊക്കെ മുമ്പ് വെച്ച് നമുക്കൊരു സംഘടന അതിനല്ലേ ഉണ്ടാക്കിയത്, ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത്. ഇത് ഒരു സുപ്രഭാതത്തിൽ 10, 20, 30 അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ സ്വന്തം ദേഹത്ത് കൊണ്ടപ്പോ വേദന ഉണ്ടല്ലേ? അതെന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനം എടുക്കാം. ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ, നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം. ഇത് എവിടെയാണ്? സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, എങ്ങനെ തീർന്നു കരുതിയാൽ നമ്മൾ എന്താ ചെയ്യാൻ? നമുക്ക് മുഖമറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഒരാള് അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാം. ഇതൊരു വലിയൊരു ഇൻഡസ്ട്രി അല്ലേ, ഇത് എന്താ നടന്നിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ പവർ ഗ്രൂപ്പില് പെട്ട ഒരാളല്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായെന്ന് അങ്ങനെ പറയും. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത്. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെ, ഇവിടെ നടന്ന കാര്യം ആരെങ്കിലും പുറത്തു പറഞ്ഞോ എന്റെ തനി സ്വഭാവം അറിയും. മനസ്സിലായ? എന്നിട്ട് ഒരുമാതിരി ഉണ്ണാൻ മേടിച്ചിട്ട് തുണി വെക്കി കാണിക്കുന്ന പരിപാടി എന്നോട് കാണിക്കരുത്.